ആദ്യത്തെ വാക്യം ഇതാ: ഇന്ന് രാവിലെ എനിക്ക് തീരെ സുഖമില്ലായിരുന്നു. ഐ ഡിഡന്റ് ഫീൽ വെൽ ദിസ് മോർണിംഗ്. ഒന്നുകൂടി പറയാം. ഐ ഡിഡന്റ് ഫീൽ വെൽ ദിസ് മോർണിംഗ്. ആ, ഈ വാക്യത്തിൽ ഐ എന്ന് പറഞ്ഞാൽ ഞാൻ, അല്ലേ? അതെ. ഡിഡന്റ് ഫീൽ വെൽ, ഇതിന്റെ അർത്ഥം സുഖം തോന്നിയില്ല എന്നാണ്. ഇത് പാസ്റ്റ് ടെൻസ് ആണ്, ഭൂതകാലം. ഓഹോ. ഇപ്പോ സുഖമില്ല എന്ന് പറയാനാണെങ്കിൽ ഐ ഡോണ്ട് ഫീൽ വെൽ എന്ന് പറയും. ഇത് കഴിഞ്ഞ കാര്യമായതുകൊണ്ട് ഡിഡ് നോട്ട്, അതിന്റെ ചുരുക്കരൂപം ഡിഡന്റ് ഉപയോഗിച്ചു. ശരി ശരി. ഫീൽ എന്ന് വെച്ചാൽ തോന്നുക, വെൽ എന്നാൽ സുഖം. ദിസ് മോർണിംഗ്, ഇന്ന് രാവിലെ. അപ്പോ മൊത്തത്തിൽ അങ്ങനെ വരും. ഓക്കെ, മനസ്സിലായി. അപ്പോൾ അടുത്ത സാഹചര്യം: കടുത്ത പനിയും തലവേദനയുമാണ് എന്നെ ഉണർത്തിയത്. എ സിവിയർ ഫീവർ ആൻഡ് ഹെഡേക്ക് വോക്ക് മീ അപ്പ്. ഒന്നുകൂടി കേൾക്കൂ. എ സിവിയർ ഫീവർ ആൻഡ് ഹെഡേക്ക് വോക്ക് മീ അപ്പ്. ഇതിലെ വാക്കുകൾ ശ്രദ്ധിക്കാം. സിവിയർ, ആ വാക്ക് കേട്ടിട്ടുണ്ടാവുമല്ലോ, അല്ലേ? ഉണ്ട്, സിവിയർ. അതെ. അതിന്റെ അർത്ഥം കടുത്ത, രൂക്ഷമായ എന്നൊക്കെയാണ്. വെറും പനിയാണെങ്കിൽ മൈൽഡ് ഫീവർ എന്ന് പറയാം. ഇത് സിവിയർ ഫീവർ അല്ലെങ്കിൽ ഹൈ ഫീവർ എന്നും പറയാറുണ്ട്. ആ. ഫീവർ പനി, ഹെഡേക്ക് തലവേദന. പിന്നെ വോക്ക് മീ അപ്പ്, എന്നെ ഉണർത്തി. അതെ, എന്നെ ഉണർത്തി. ഇത് വേക്ക് മീ അപ്പ് എന്നതിന്റെ പാസ്റ്റ് ടെൻസ്, ഭൂതകാല രൂപം. വേക്ക് അപ്പ്, അതൊരു ഫ്രേസൽ വേർബാണ്. ശരി. അപ്പോ ആ പനിയും തലവേദനയും കാരണം ഉണർന്നു. ഓക്കെ. ഇനി അടുത്തത്: എന്റെ ശരീരമാകെ വിറയ്ക്കുന്നുണ്ടായിരുന്നു. പനിയൊക്കെ കൂടുമ്പോൾ സാധാരണയാണല്ലോ ഇത്. അതെ അതെ. മൈ ബോഡി വാസ് ഷേക്കിംഗ് ഓൾ ഓവർ. ഒന്നുകൂടി പറയാം: മൈ ബോഡി വാസ് ഷേക്കിംഗ് ഓൾ ഓവർ. ഇവിടെ മൈ ബോഡി, എന്റെ ശരീരം, വാസ് ഷേക്കിംഗ് എന്നാൽ വിറയ്ക്കുകയായിരുന്നു. ഇത് ഏത് ടെൻസാ? പാസ്റ്റ് കണ്ടിന്യൂസ്. അതെ, പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ്. അതായത് ഭൂതകാലത്തിൽ ഒരു സമയത്ത് തുടർന്നുകൊണ്ടിരുന്ന ഒരു കാര്യം. അപ്പോ ആ ഉണർന്ന സമയത്തോ മറ്റോ ശരീരം വിറച്ചോണ്ടിരിക്കുകയായിരുന്നു. ശരിയാണ്. ഷേക്ക് എന്നാൽ വിറയ്ക്കുക. ഓൾ ഓവർ എന്ന് ചേർത്തത് ആ മുഴുവൻ എന്ന അർത്ഥം കിട്ടാനാണ്. ശരീരം മുഴുവൻ വിറയ്ക്കുന്നു എന്ന് പറയാൻ. ഓക്കെ. അപ്പോ അങ്ങനെ വിറച്ചിരിക്കുമ്പോൾ നമ്മൾ സാധാരണ ചെയ്യാൻ തോന്നുന്നൊരു കാര്യം പുതപ്പിനുള്ളിൽ ചുരുണ്ടുകൂടി കിടക്കാനാണ് എനിക്ക് തോന്നിയത്. ഇതെങ്ങനെ പറയും? അതിനൊരു നല്ല പ്രയോഗമുണ്ട്. ഐ ഫെൽറ്റ് ലൈക്ക് കേർലിംഗ് അപ്പ് ഇൻസൈഡ് ദ ബ്ലാങ്കറ്റ്. ശ്രദ്ധിച്ചു കേൾക്കൂ. ഐ ഫെൽറ്റ് ലൈക്ക് കേർലിംഗ് അപ്പ് ഇൻസൈഡ് ദ ബ്ലാങ്കറ്റ്. ഈ ഐ ഫെൽറ്റ് ലൈക്ക് എന്നുള്ള പ്രയോഗം കണ്ടോ? കണ്ടു. അതിന്റെ അർത്ഥം എനിക്ക് തോന്നി അല്ലെങ്കിൽ എനിക്കൊരു ആഗ്രഹം തോന്നി എന്നൊക്കെയാണ്. അതിനുശേഷം സാധാരണ ക്രിയയുടെ ING ഫോമാണ് വരിക. ഓ, ഇവിടെ കേളിംഗ് അപ്പ് എന്ന് വന്ന പോലെ. അതെ, കേർലിംഗ് അപ്പ്, ചുരുണ്ടുകൂടുക. നമ്മൾ തണുക്കുമ്പോഴൊക്കെ ചെയ്യില്ലേ? ചെയ്യും. അതാണ് കേർലിംഗ് അപ്പ്. ഇൻസൈഡ് എന്നാൽ ഉള്ളിൽ, ദ ബ്ലാങ്കറ്റ് പുതപ്പ്. അപ്പോ പുതപ്പിനുള്ളിൽ ചുരുണ്ടുകൂടാൻ തോന്നി. ശരി ശരി, മനസ്സിലായി. അപ്പോ അസുഖം വന്നാൽ പിന്നെ സ്കൂളിൽ പോകാൻ പറ്റില്ല, ഞാൻ സ്കൂളിൽ പോകണ്ട എന്ന് അമ്മ പറഞ്ഞു. മോം സെഡ് ഐ ഡിഡന്റ് ഹാവ് ടു ഗോ ടു സ്കൂൾ. ഒന്നുകൂടി, മോം സെഡ് ഐ ഡിഡന്റ് ഹാവ് ടു ഗോ ടു സ്കൂൾ. ഇതിൽ മോം സെഡ് അമ്മ പറഞ്ഞു, അത് സിമ്പിൾ. അതെ. അടുത്ത ഭാഗം ഐ ഡിഡന്റ് ഹാവ് ടു ഗോ, അത് ശ്രദ്ധിക്കണം. പോകേണ്ട ആവശ്യമില്ലായിരുന്നു അല്ലെങ്കിൽ പോകേണ്ടായിരുന്നു എന്നാണ് അർത്ഥം. ഓഹോ, ഡോണ്ട് ഹാവ് ടു എന്നാണെങ്കിൽ പോകണ്ടെന്നല്ലേ? അതെ, ഡോണ്ട് ഹാവ് ടു പ്രസന്റ് ടെൻസ്, വർത്തമാനകാലം, ചെയ്യേണ്ട ആവശ്യമില്ല. യു ഡോണ്ട് ഹാവ് ടു കം, നീ വരണ്ട ആവശ്യമില്ല. അതിന്റെ പാസ്റ്റ് ആണ് ഡിഡന്റ് ഹാവ് ടു. അന്ന് പോകേണ്ടതില്ലായിരുന്നു എന്ന് അമ്മ പറഞ്ഞു. ടു സ്കൂൾ, സ്കൂളിലേക്ക്. ഓക്കേ. അപ്പൊ അമ്മ പറഞ്ഞു പോകണ്ട. എന്നാ പിന്നെ അമ്മ വെറുതെ ഇരിക്കില്ലല്ലോ. അമ്മ എന്റെ നെറ്റിയിൽ കൈവച്ച് ചൂട് നോക്കി. സാധാരണ ചെയ്യുന്നതാണ്. മോം പുട്ട് ഹർ ഹാൻഡ് ഓൺ മൈ ഫോർഹെഡ് ആൻഡ് ചെക്ക്ഡ് ദ ടെമ്പറേച്ചർ. ഒന്നുകൂടി ശ്രദ്ധിക്കണേ. മോം പുട്ട് ഹർ ഹാൻഡ് ഓൺ മൈ ഫോർഹെഡ് ആൻഡ് ചെക്ക്ഡ് ദ ടെമ്പറേച്ചർ. ഇവിടെ പുട്ട് ഹർ ഹാൻഡ്, അമ്മയുടെ കൈ വെച്ചു. ഒരു കാര്യം ശ്രദ്ധിച്ചോ, പുട്ട് എന്ന ക്രിയയുടെ പാസ്റ്റ് ടെൻസും പുട്ട് എന്ന് തന്നെയാണ്. ശരിയാണ്, അതിന് മാറ്റമില്ല. മാറ്റമില്ല. ഓൺ മൈ ഫോർഹെഡ്. ഫോർഹെഡ് എന്നാൽ നെറ്റി, നെറ്റിത്തടം. ഓക്കെ. ആൻഡ് ചെക്ക്ഡ് ദ ടെമ്പറേച്ചർ. ചെക്ക്ഡ് പരിശോധിച്ചു. ചെക്കിന്റെ പാസ്റ്റ് ടെൻസ്. ദ ടെമ്പറേച്ചർ ഊഷ്മാവ്, ചൂട്. പനിയുണ്ടോന്ന് നോക്കി. അതെ. എന്നിട്ടോ? ഉടൻ തന്നെ അമ്മ എനിക്ക് മരുന്നും കഞ്ഞിയും കൊണ്ടുവന്നു. ഇമ്മീഡിയറ്റ്ലി മം ബ്രോട്ട് മീ മെഡിസിൻ ആൻഡ് പോറേജ്. ശ്രദ്ധിച്ചു കേൾക്കുമല്ലോ. ഇമ്മീഡിയറ്റ്ലി മം ബ്രോട്ട് മീ മെഡിസിൻ ആൻഡ് പോറേജ്. ഇമ്മീഡിയറ്റ്ലി, അതിന്റെ അർത്ഥം ഉടൻ തന്നെ, പെട്ടെന്ന്. അതെ,
മം ബ്രോട്ട് മീ, അമ്മ എനിക്ക് കൊണ്ടുവന്നു. ബ്രോട്ട് എന്നത് ബ്രിങ്, അതായത് കൊണ്ടുവരിക എന്നതിന്റെ പാസ്റ്റ് ടെൻസ്. ശരി. മെഡിസിൻ, മരുന്ന്. പോറിജ്, കഞ്ഞി. അസുഖസമയത്ത് സാധാരണ കഴിക്കുന്നതാണല്ലോ. അതെ. കൊണ്ടുവന്നെങ്കിലും അസുഖമുള്ളപ്പോൾ ഒരു പ്രശ്നമുണ്ട്. കഴിക്കാൻ എനിക്ക് ഒട്ടും താല്പര്യമില്ലായിരുന്നു. ശരിയാണ്, അത് സ്വാഭാവികം. ഐ ഡിഡ്ന്റ് ഫീൽ ലൈക്ക് ഈറ്റിംഗ് അറ്റ് ഓൾ. ഒന്നുകൂടി കേൾക്കൂ. ഐ ഡിഡ്ന്റ് ഫീൽ ലൈക്ക് ഈറ്റിംഗ് അറ്റ് ഓൾ. നമ്മൾ നേരത്തെ ഐ ഫെൽറ്റ് ലൈക്ക് കേളിംഗ് അപ്പ് എന്ന് പറഞ്ഞത് ഓർമ്മയുണ്ടോ? ഉണ്ട്, തോന്നിയെന്നർത്ഥത്തില്. അതെ. ഇവിടെ അതിന്റെ നെഗറ്റീവാണ് ഡിൻ ഫീൽ ലൈക്ക്. അപ്പോ തോന്നിയില്ല. ഡിൻ ഫീൽ ലൈക്ക് ഈറ്റിംഗ്, കഴിക്കാൻ തോന്നിയില്ല. അത് ഒട്ടും തീരെ എന്ന അർത്ഥം ഒന്നുകൂടി ഉറപ്പിക്കാനാണ്. എനിക്ക് കഴിക്കാനേ തോന്നിയില്ല എന്ന പോലെ. ഓക്കെ. എന്നാൽ അമ്മമാരങ്ങനെ വിടില്ലല്ലോ. കുറച്ചെങ്കിലും കഴിക്കണം എന്ന് അമ്മ നിർബന്ധിച്ചു. യു മസ്റ്റ് ഈറ്റ് അറ്റ് ലീസ്റ്റ് എ ലിറ്റിൽ, മം ഇൻസിസ്റ്റഡ്. ശ്രദ്ധിക്കണേ. യു മസ്റ്റ് ഈറ്റ് അറ്റ് ലീസ്റ്റ് എ ലിറ്റിൽ, മം ഇൻസിസ്റ്റഡ്. ഈ വാക്യം കണ്ടോ? സംഭാഷണം അതേപടി കൊടുത്തിരിക്കുന്നു, ഇൻവേർട്ടഡ് കോമിക്കലിൽ. ഡയറക്റ്റ് സ്പീച്ച്. അതെ. യു മസ്റ്റ് ഈറ്റ്. മസ്റ്റ് ഉപയോഗിക്കുന്നത് എന്തിനാ? നിർബന്ധം പറയാൻ. അതെ, നിർബന്ധം കാണിക്കാനാണ്. ഷുഡ് ഈറ്റ്, കഴിക്കണം എന്നതിനേക്കാൾ ഒരു പടി കൂടി മുകളിലാണ് മസ്റ്റ് ഈറ്റ്, കഴിച്ചേ പറ്റൂ. ശരി. അറ്റ് ലീസ്റ്റ് എ ലിറ്റിൽ, കുറഞ്ഞതൊരൽപ്പമെങ്കിലും. മം ഇൻസിസ്റ്റഡ്, അമ്മ നിർബന്ധിച്ചു പറഞ്ഞു. ഇൻസിസ്റ്റ് എന്നാൽ നിർബന്ധിക്കുക. അതിന്റെ പാസ്റ്റ് ടെൻസ് ആണ് ഇൻസിസ്റ്റഡ്. ഓക്കെ. അമ്മ നിർബന്ധിച്ചപ്പോ കഴിച്ചു. പിന്നെ മരുന്ന് കഴിച്ച ശേഷം ഞാൻ വീണ്ടും ഉറങ്ങിപ്പോയി. ആഫ്റ്റർ ടേക്കിംഗ് ദ മെഡിസിൻ ഐ ഫെൽ അസ്ലീപ്പ് അഗൈൻ. കേൾക്കൂ. ആഫ്റ്റർ ടേക്കിംഗ് ദ മെഡിസിൻ ഐ ഫെൽ അസ്ലീപ്പ് അഗൈൻ. ആഫ്റ്റർ ടേക്കിംഗ് ദ മെഡിസിൻ, മരുന്ന് കഴിച്ചതിന് ശേഷം. ഈ ആഫ്റ്റർ കഴിഞ്ഞിട്ടൊരു പ്രവൃത്തി പറയുമ്പോൾ സാധാരണ ING ഫോം വരും. ആഫ്റ്റർ ഈറ്റിംഗ്, ആഫ്റ്റർ ഗോയിങ് എന്നൊക്കെ. ശരിയാണ്. ഐ ഫെൽ അസ്ലീപ്പ്, ഞാൻ ഉറങ്ങിപ്പോയി. ഫോൾ അസ്ലീപ്പ് എന്നൊരു പ്രയോഗമുണ്ട്, ഉറങ്ങിപ്പോവുക. അതിന്റെ പാസ്റ്റ് ടെൻസ് ആണ് ഫെൽ അസ്ലീപ്പ്. അഗൈൻ, വീണ്ടും. ഓക്കെ. കുറച്ചുനേരം ഉറങ്ങിയപ്പോ ഒരാശ്വാസം. ഉച്ചയ്ക്ക് ശേഷം ഞാൻ കണ്ണു തുറന്നു. ഐ ഓപ്പൺഡ് മൈ ഐസ് ഇൻ ദി ആഫ്റ്റർനൂൺ. ഒന്നുകൂടി ശ്രദ്ധിക്കൂ. ഐ ഓപ്പൺഡ് മൈ ഐസ് ഇൻ ദി ആഫ്റ്റർനൂൺ. ഇത് വളരെ ലളിതമായ വാക്യമാണ്. ഐ ഓപ്പൺഡ് മൈ ഐസ്, ഞാൻ എന്റെ കണ്ണുകൾ തുറന്നു. ഓപ്പണിന്റെ പാസ്റ്റ് ടെൻസ് ഓപ്പൺഡ്. അതെ. ഇൻ ദി ആഫ്റ്റർനൂൺ, ഉച്ചയ്ക്ക് ശേഷം. സമയം പറയാൻ നമ്മൾ ഇൻ ദ മോർണിംഗ്, ഇൻ ദി ആഫ്റ്റർനൂൺ, ഇൻ ദി ഈവനിംഗ് എന്നൊക്കെ പറയും. പക്ഷേ രാത്രിക്ക് അറ്റ് നൈറ്റ്. അതെ, സാധാരണ അറ്റ് നൈറ്റ് ആണ് പറയാറ്. ശരി. അപ്പൊ കണ്ണു തുറന്നു. പുറത്തെന്താ കണ്ടത്? റൂമില് നല്ല വെളിച്ചമുണ്ടായിരുന്നു. There was good light in the room. ഒന്നുകൂടി പറയാം. There was good light in the room. ഒരിടത്ത് എന്തെങ്കിലും ഉണ്ടായിരുന്നു എന്ന് പറയാൻ there was അല്ലെങ്കിൽ there were ഉപയോഗിക്കും. എപ്പോഴാ was, എപ്പോഴാ were? എണ്ണാൻ പറ്റാത്ത ഒന്ന്, ഇപ്പോ വെളിച്ചം, വെള്ളം പോലെ. അല്ലെങ്കിൽ എണ്ണാൻ പറ്റുന്ന ഒരെണ്ണം മാത്രമാണെങ്കിൽ there was ഉപയോഗിക്കും. ഒന്നിൽ കൂടുതലുണ്ടെങ്കിൽ there were. ഉദാഹരണത്തിന്, മേശപ്പുറത്ത് പുസ്തകങ്ങൾ ഉണ്ടായിരുന്നു എന്ന് പറയാൻ there were books on the table. ഓക്കെ. ഇവിടെ വെളിച്ചമായതുകൊണ്ട് there was. അതെ, good light, നല്ല വെളിച്ചം, in the room, മുറിയിൽ. ശരി. വെളിച്ചം കണ്ടു. ശരീരത്തിനെങ്ങനെയുണ്ട്? തലവേദന കുറഞ്ഞതായി എനിക്ക് തോന്നി. അതൊരു നല്ല ലക്ഷണം. I felt that the headache had lessened. ശ്രദ്ധിച്ചു കേൾക്കണേ. I felt that the headache had lessened. I felt that എനിക്ക് തോന്നി. അത് ശ്രദ്ധിച്ചോ? had lessened, കുറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ആണ്. ഭൂതകാലത്ത് നടന്ന രണ്ട് കാര്യങ്ങൾ ഒന്ന് മറ്റേതിന് മുൻപ് നടന്നു എന്ന് കാണിക്കാൻ. ഇവിടെ തോന്നിയത് felt, പാസ്റ്റ് ടെൻസ്. അതിനു മുൻപേ തലവേദന കുറഞ്ഞിട്ടുണ്ടായിരുന്നു, had lessened. അപ്പോഴാണ് നമ്മൾ പാസ്റ്റ് പെർഫെക്റ്റ് ഉപയോഗിക്കുന്നത്. മനസ്സിലായി. ലെസൺ വെച്ചാൽ കുറയുക. ശരി. തലവേദന കുറഞ്ഞപ്പോ ഒരു ഉഷാറ് വന്നു. ഞാൻ മെല്ലെ കട്ടിലിൽ എഴുന്നേറ്റിരുന്നു. I slowly sat up in bed. കേൾക്കൂ. I slowly sat up in bed. Slowly, സാവധാനം, പതുക്കെ. ഇതൊരു adverb, ക്രിയാവിശേഷണമാണ്. എങ്ങനെ എഴുന്നേറ്റിരുന്നു? പതുക്കെ. അതെ, സാറ്റപ്പ് എന്ന ക്രിയയെ വിശേഷിപ്പിക്കുന്നു. അതെ, സാറ്റപ്പ്, കിടക്കുന്ന അവസ്ഥയിൽ നിന്ന് എഴുന്നേറ്റിരുന്നു. സിറ്റപ്പ് എന്ന ഫ്രേസൽ വെർബിന്റെ പാസ്റ്റ് ടെൻസ്. ഇൻ ബെഡ് എന്ന് പറഞ്ഞാൽ കട്ടിലിൽ. നമ്മൾ പുതപ്പിനടിയിലോ അല്ലെങ്കിൽ കിടക്കിലുമാണെങ്കിൽ ഇൻ ബെഡ് എന്ന് പറയാം. വെറുതെ കട്ടിലിന് മുകളിലിരിക്കുകയാണെങ്കിൽ ഓൺ ദ ബെഡ് എന്നും പറയാം. ഇവിടെ കോണ്ടെക്സ്റ്റ് വെച്ച് ഇൻ ബെഡാണ് കൂടുതൽ ശരി.
ഓക്കെ. അപ്പോഴാണ് ഒരാള് വരുന്നത്. അനിയൻ ജനലിനടുത്ത് വന്ന് എന്നെ നോക്കി ചിരിച്ചു. ആ മൈ ലിറ്റിൽ ബ്രദർ കെയിം നിയർ ദ വിൻഡോ ആൻഡ് സ്മൈൽഡ് അറ്റ് മീ. ഒന്നുകൂടി ശ്രദ്ധിക്കൂ. മൈ ലിറ്റിൽ ബ്രദർ കെയിം നിയർ ദ വിൻഡോ ആൻഡ് സ്മൈൽഡ് അറ്റ് മീ. മൈ ലിറ്റിൽ ബ്രദർ എൻ്റെ അനിയൻ, ചേട്ടനാണെങ്കിൽ എൽഡർ ബ്രദർ. ശരി. കെയിം നിയർ അരികിൽ വന്നു, കം നിയറിന്റെ പാസ്റ്റ്, ദ വിൻഡോ ജനൽ, ആൻഡ് സ്മൈൽഡ് അറ്റ് മീ എന്നെ നോക്കി ചിരിച്ചു. അതെ, ഇവിടെ സ്മൈൽഡ് അറ്റ് മീ എന്നാണ് പറയുക. സ്മൈൽ ടു മീ എന്ന് സാധാരണ പറയില്ല. ഒരാളെ നോക്കിച്ചിരിക്കുമ്പോൾ സ്മൈൽ അറ്റ് സംവൺ. സ്മൈൽ വിത്ത് സംവൺ ആണെങ്കിൽ കൂടെ ചിരിക്കുക എന്നാവും. ഓക്കെ, മനസ്സിലായി. വൈകുന്നേരമായി. വീട്ടിൽ അച്ഛൻ വന്നു. വൈകുന്നേരം അച്ഛൻ ജോലി കഴിഞ്ഞു വന്നു. ഡാഡ് കെയിം ഹോം ഫ്രം വർക്ക് ഇൻ ദി ഈവനിങ്. കേൾക്കോ, ഡാഡ് കെയിം ഹോം ഫ്രം വർക്ക് ഇൻ ദി ഈവനിങ്. ഡാഡ് അച്ഛൻ. സംസാരത്തിൽ സാധാരണ ഡാഡാണ് ഉപയോഗിക്കുക. അതെ. കെയിം ഹോം വീട്ടിൽ വന്നു. ശ്രദ്ധിക്കണം, കെയിം ടു ഹോം എന്ന് പറയില്ല. ഹോമിന് മുൻപ് സാധാരണ ടു ചേർക്കാറില്ല ഈ കോണ്ടെക്സ്റ്റ്. ശരി ശരി. ഫ്രം വർക്ക് ജോലി സ്ഥലത്ത് നിന്ന്, അല്ലെങ്കിൽ ജോലി കഴിഞ്ഞ്. ഇൻ ദി ഈവനിങ് വൈകുന്നേരം. വെറുതെ വന്നതല്ല, അദ്ദേഹം എനിക്കായി ചോക്ലേറ്റ് കൊണ്ടുവന്നു. ഓ, ഹീ ബ്രോട്ട് ചോക്ലേറ്റ് ഫോർ മീ. ഒന്നുകൂടി, ഹീ ബ്രോട്ട് ചോക്ലേറ്റ് ഫോർ മീ. ഹീ അവൻ അല്ലെങ്കിൽ അദ്ദേഹം, പുരുഷന്മാരെ സൂചിപ്പിക്കാൻ. ബ്രോട്ട് കൊണ്ടുവന്നു, ബ്രിങ്ങിന്റെ പാസ്റ്റ്. ചോക്ലേറ്റ് ഫോർ മീ എനിക്ക് വേണ്ടി. ചോക്ലേറ്റ് കിട്ടി, പക്ഷെ കഴിക്കാൻ പറ്റിയോ? പക്ഷെ എനിക്ക് ചോക്ലേറ്റ് കഴിക്കാൻ കഴിഞ്ഞില്ല. അയ്യോ, ബട്ട് ഐ കുഡന്റ് ഈറ്റ് ദ ചോക്ലേറ്റ്. ശ്രദ്ധിക്കൂ, ബട്ട് ഐ കുഡന്റ് ഈറ്റ് ദ ചോക്ലേറ്റ്. ബട്ട് പക്ഷേ, ഐ കുഡന്റ് ഈറ്റ്. കുഡന്റ് എന്ന് വെച്ചാൽ കുഡ് നോട്ടിന്റെ ചുരുക്കം. അതെ, കഴിഞ്ഞില്ല. കഴിക്കാൻ കഴിഞ്ഞില്ല. ക്യാൻ കഴിയും എന്നതിന്റെ പാസ്റ്റാണ് കുഡ്, കഴിഞ്ഞു. അതിന്റെ നെഗറ്റീവ് കുഡിന്റ്. ദ ചോക്ലേറ്റ്, ആ ചോക്ലേറ്റ്. ഓക്കെ, സാരമില്ല. അച്ഛൻ ആശ്വസിപ്പിക്കുകയാണ്. നാളെ മോൾ തീർച്ചയായും സുഖമാകും എന്ന് അച്ഛൻ ആശ്വസിപ്പിച്ചു. നല്ലൊരു ആശ്വാസവാക്ക്. യു വിൽ ഡെഫിനറ്റ്ലി ബി വെൽ ടുമോറോ. ദാറ്റ് കംഫർട്ടഡ്. കേൾക്കൂ, യു വിൽ ഡെഫിനറ്റ്ലി ബി വെൽ ടുമോറോ. ദാറ്റ് കംഫർട്ടഡ്. ഇവിടെയും ആ ഡയറക്റ്റ് സ്പീച്ച് ശ്രദ്ധിക്കുക. അതെ. യു വിൽ ഡെഫിനറ്റ്ലി ബി വെൽ. ഇത് ഭാവികാലം, ഫ്യൂച്ചർ ടെൻസ് ആണ്. വിൽ അത് സൂചിപ്പിക്കുന്നു തീർച്ചയായും സുഖമാകും. അതെ, ഡെഫിനറ്റ്ലി തീർച്ചയായും. ബി വെൽ സുഖമായിരിക്കുക. ടുമോറോ നാളെ. ഡാഡ് കംഫർട്ടഡ് അച്ഛൻ ആശ്വസിപ്പിച്ചു. കംഫർട്ട് എന്ന വാക്കിന്റെ പാസ്റ്റ് ടെൻസ്. ശരി, ആ പ്രതീക്ഷയിലാണ് ഇരിക്കുന്നത്. അപ്പോ അവസാനത്തെ വാക്യം, അസുഖം മാറിയാൽ എനിക്ക് സന്തോഷത്തോടെ സ്കൂളിൽ പോകാം. ആ, അത് നല്ലൊരു കാര്യം. വൺസ് ദ സിക്നസ് ഇസ് ഗോൺ ഐ ക്യാൻ ഹാപ്പിലി ഗോ ടു സ്കൂൾ. ഒന്നുകൂടി ശ്രദ്ധിക്കൂ. വൺസ് ദ സിക്നസ് ഇസ് ഗോൺ ഐ ക്യാൻ ഹാപ്പിലി ഗോ ടു സ്കൂൾ. വൺസ് എന്ന വാക്കിന് ഇവിടെ ഒരു കാര്യം കഴിഞ്ഞാൽ അല്ലെങ്കിൽ അങ്ങനെ ആയാൽ എന്നൊരർത്ഥമാണ്. ഓഹോ. ദ സിക്നസ് ഈസ് ഗോൺ, അസുഖം മാറിയാൽ, അസുഖം പോയിക്കഴിഞ്ഞാൽ. ഈസ് ഗോൺ എന്നൊരു പ്രയോഗം. മാറിയിരിക്കുന്നു, പോയിരിക്കുന്നു. ഓക്കെ. ഐ ക്യാൻ ഹാപ്പിലി ഗോ ടു സ്കൂൾ. എനിക്ക് സന്തോഷത്തോടെ സ്കൂളിൽ പോകാൻ കഴിയും. ക്യാൻ ഗോ പോകാൻ കഴിയും. ഹാപ്പിലി സന്തോഷത്തോടെ. ഇത് ഹാപ്പി എന്ന അഡ്ജക്റ്റീവിന്റെ ആഡ്വർബ് രൂപമാണ്. എങ്ങനെ പോകാം? സന്തോഷത്തോടെ. അതെ, ഗോ എന്ന ക്രിയയെയാണ് ഹാപ്പിലി വിശേഷിപ്പിക്കുന്നത്. ടു സ്കൂൾ, സ്കൂളിലേക്ക്. വളരെ നന്നായി. അപ്പൊ ഇന്നത്തെ ഈ സെഷനിൽ നമ്മളൊരു 20 വാക്യങ്ങൾ പഠിച്ചു അല്ലേ? ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോ അടുത്തൊരു സെഷനിൽ പുതിയൊരു വിഷയവുമായിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. നന്ദി.